Hi students, so we next chapter this time we are discussing about chapter 7, system of particles and rotational motion. System of particles and rotational motion. This chapter പഠിക്കുവാനും അതുപോലെ തന്നെ മനസ്സിലാക്കാനും പക്ഷേ അത്ര ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ അല്ല കുറച്ച് ഇക്വേഷൻസും കുറച്ച് കൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലായി കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഒത്തിരി എളുപ്പമായിട്ട് തന്നെ തോന്നും അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ തുടക്കത്തിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ റിജിഡ് ബോഡി എന്താ സെൻറ്റർ ഓഫ് മാസ് എന്താ അത് ലീനിയർ മൊമെൻറ്റം എങ്ങനെ വരുന്നു അതുപോലെ ആംഗുലർ വെലോസിറ്റിയുടെ ഭാഗങ്ങൾ വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് ആക്സിലറേഷൻ അങ്ങനെയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു പാർട്സ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ദാറ്റ് മീൻസ് റിജിഡ് ബോഡി സെൻറ്റർ ഓഫ് മാസ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മളടുത്ത് എപ്പോഴും ചോദിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വീഡിയോയിലോട്ട് കിടക്കാം ഓക്കെ അപ്പം നമ്മളൊരു ന്യൂ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻലി നമ്മളെല്ലാം റൊട്ടേഷണൽ മോഷൻസിനെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ ഇത്രയും നേരം വെലോസിറ്റിയും ആക്സിലറേഷനും ഒക്കെ പഠിച്ചത് ലീനിയറിലായിരുന്നു അതുപോലെ തന്നെ ചെറിയ പാർട്ട് ഒരു സർക്കുലർ മോഷനൊക്കെ നമ്മൾ കണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ചാപ്റ്റർ ഇസ് എൻറ്റയർലി റിലേറ്റഡ് ടു റൊട്ടേഷണൽ മോഷൻ അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു റിജിഡ് ബോഡിയെ കുറിച്ചാണ് പറയുന്നത് ദാറ്റ് ഈസ് റിജിഡ് ബോഡി പറയുമ്പോൾ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് സോളിഡ് ആയിട്ട് സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ ടൈറ്റലി ആയിട്ട് ഇങ്ങനെ പാക്ക് ചെയ്തിരിക്കുന്ന ഒരു ഒബ്ജക്റ്റാണ് ദാറ്റ് മീൻസ് അതിലുള്ള എല്ലാ പാർട്ടിക്കിൾസിൻ്റെയും മാസും ഇതൊക്കെ എന്ന് പറയുന്നത് ഒന്നായിരിക്കും നല്ല ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ദാറ്റ് ഇസ് റിജിഡ് ബോഡി ഹൂസ് പാർട്ടിക്കിൾസ് പ്രിസർവ് ദെയർ റിലേറ്റീവ് പൊസിഷൻ വെൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഓർ ടോർക്ക് is applied to it അത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ബോഡി ഇത് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ A rigid body is said to be in a rotatory motion when all the particles except few rotate in a circular orbits of different radii about a fixed line. When rigid body rotates, every point in it describes a circular path. The line joining the centers of all such circular paths is called axis of rotation. അപ്പോൾ എന്താണ് ഈ ആക്സിസ് ഓഫ് റൊട്ടേഷൻ അപ്പോൾ ഏതെങ്കിലും ഒരു റിജിഡ് എന്ന് വെച്ചാൽ ഒരു സോളിഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഒരു ആക്സിസിൽ കറങ്ങുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ അപ്പോൾ ഈ ഒരു പെന്നിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് സെൻറ്ററാണ് അപ്പോൾ സപ്പോസ് ഞാനൊരു ഒബ്ജക്റ്റ് വരച്ചു ഇതിലൊരു ഹോൾ ഉണ്ട് അപ്പോൾ 3 ഡയമെൻഷനിൽ എനിക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ കൂടെ ഒരു ആക്സിസ് ഒരു ഇമാജിനറി ആക്സിസ് വരച്ചു അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് കണ്ടോ അപ്പോൾ ഇത് ആക്സിസ് ആണെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ടാണ് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് അപ്പോൾ ദിസ് ഇസ് ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആൻഡ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാൻസ്ലേഷണൽ ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ലേഷണൽ മോഷൻ ദ ലീനിയർ ക്വാണ്ടിറ്റീസ് സച്ച് ആസ് linear velocity v, acceleration a of a different particle of a body are same. But in rotational motion, angular quantities such as angular velocity and angular acceleration etc. of different particles of a rigid body are not same. But the linear quantities are different for different particles of a body. That means, ഇവിടെ ട്രാൻസ്ലേഷണൽ മോഷൻ്റെ ഉള്ള ഇവിടെ ഒരു റിജിഡ് ബോഡിയാണെന്ന് വിചാരിക്കും അപ്പോൾ ഇവിടെ ഒരു പാർട്ടിക്കിൾ നേരെ സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ പാർട്ടിക്കിളുടെയും സെയിം ആയിരിക്കും ആക്സിലറേഷനും ഈ പാർട്ടിക്കിളും ഇവിടെയുള്ള പാർട്ടിക്കിളുടെയും സെയിം ആയിരിക്കും വ്യത്യാസം ഉണ്ടാവില്ല സിമിലർലി റൊട്ടേഷണൽ മോഷൻ്റെ ആംഗുലർ വെലോസിറ്റിയും ആംഗുലർ ആക്സിലറേഷനും ഈ ഒരു പാർട്ടിക്കിൾ സെയിം ആയിരിക്കും എവിടെയുള്ള പാർട്ടിക്കിൾ ആയാലും സെയിം ആയിരിക്കും ആ ഒരു റിജിഡ് ബോഡിയിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന പാർട്ടിക്കിൾസിൻ്റെ ഒക്കെ സെയിം ആയിരിക്കും പക്ഷേ ഇവരുടെ ലീനിയർ ക്വാണ്ടിറ്റീസ് ദാറ്റ് മീൻസ് ഈ ഒരു ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ബോൾ ഉരുണ്ട് ഇങ്ങനെ പോയി അതിൻ്റെ കൂടെ തന്നെ അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ജസ്റ്റ് ലൈക്ക് അവർ ഭൂമി നമ്മുടെ ഭൂമി ഇങ്ങനെയാണല്ലേ കറങ്ങുന്നത് ഇങ്ങനെ അത് ഇങ്ങനെയും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെയും അതുപോലെ ചിലർ എന്ത് ചെയ്യും ഇപ്പോൾ ഒരു സ്ലോപ്പ് വരച്ചു എന്ന് വിചാരിച്ചു ഞാൻ ഒരു ആ ബോൾ എന്ന് പറയുന്നത് റൊട്ടേറ്റും ചെയ്യുന്നുണ്ട് സിമിലർലി സ്ട്രെയിറ്റ് ലൈൻ ദാറ്റ് ഇസ് ട്രാൻസ്ലേഷണൽ മോഷനും നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ട്രാൻസ്ലേഷണൽ മോഷനിലെ ഓരോ പാർട്ടിക്കിളിൻ്റെ
ആംഗുലർ വെലോസിറ്റിയും ആംഗുലർ ആക്സിലറേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ റൊട്ടേഷണൽ മോഷൻ്റെ പാർട്ടിക്കിൾസ് സെയിം ആയിരിക്കും. എന്നുവെച്ചാൽ ഇവിടെയുള്ള ലീനിയറിലായി പോകുന്ന പാർട്ടിക്കിൾസിൻ്റെ ആക്സിലറേഷനും വെലോസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗുലർ വെലോസിറ്റിയും ആക്സിലറേഷൻ സെയിം ആയിരിക്കും. അപ്പോൾ ഇത്ര കൺഫ്യൂഷൻ ഒന്നും ആകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സിമ്പിൾ ഇത്രയും അറിഞ്ഞാൽ മതി. ട്രാൻസ്ലേഷൻ ആയിക്കോട്ടെ റൊട്ടേഷൻ ആയിക്കോട്ടെ അവരുടെ ആംഗുലർ വെലോസിറ്റി ഓർ വെലോസിറ്റി ആക്സിലറേഷൻ ഓർ ആംഗുലർ ആക്സിലറേഷൻ ഇസ് സെയിം. ദി ഓൺലി ഡിഫറൻസ് ഇസ് വെൻ റൊട്ടേഷണൽ മോഷനിൽ ട്രാൻസ്ലേഷണൽ മോഷനും കൂടി വന്നാൽ റൊട്ടേഷണൽ മോഷനിൽ ട്രാൻസ്ലേഷണൽ മോഷൻ കൂടി വന്നാൽ അപ്പോൾ അതിൻ്റെ ആംഗുലർ വെലോസിറ്റി അതുപോലെ തന്നെ ആംഗുലർ ആക്സിലറേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ലെവൽ പ്രിൻസിപ്പൽ ഇനി അടുത്തത് പഠിക്കാനുള്ളത് ഫൾക്കൺ ബ്രേസ്ഡ് ആണ്. നമ്മൾ സ്മോളർ ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട്. ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ടേബിളാണെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ ഒരു റോഡ്. അതിനെ സെൻറ്ററിൽ ഫിക്സ് ചെയ്തേക്കാണ്. ഇവിടെ സെൻറ്ററിൽ ഞാൻ ഫിക്സ് ചെയ്തു, വിച്ച് ഇസ് ദി ഫൾക്രം എഫ്. ബിക്കോസ് എന്തുകൊണ്ട് അതിനെ എഫ് എന്ന് വിളിക്കുന്നതെന്നുള്ളത് പറയാം. ബി പൊസിഷനിലും എ പൊസിഷനിലും ഞാൻ വെയിറ്റ് തൂക്കിയിട്ടിട്ടുണ്ട്. പൊസിഷൻ എയിൽ W1 വെയിറ്റും പൊസിഷൻ ബിയിൽ W2 വെയിറ്റും ഞാൻ തൂക്കിയിട്ടു, സെൻറ്റർ ഫിക്സ് ആക്കി വെച്ചു. അപ്പോൾ ഇത് ബാലൻസ്ഡ് ആവണമെങ്കിൽ ഞാൻ ഈ ഒരു ഫൾക്രം, ദാറ്റ് മീൻസ് ഈ ഒരു ഒബ്ജക്റ്റ് ഫിക്സ് ആക്കി വെക്കുന്നത് എന്തായിരിക്കണം, എവിടെയായിരിക്കണം? ഇവിടെ വെച്ചാൽ ശരിയാവോ? ഇല്ല. വൺ പാർട്ട് വിൽ ബി ലോവർ ആൻഡ് അതർ പാർട്ട് വിൽ ബി അബവ്. ഇവിടെ വെച്ച് ശരിയാവോ? ഇല്ല. വൺ പാർട്ട് വിൽ ബി ലോവർ ആൻഡ് അതർ പാർട്ട് വിൽ ബി അബവ്. So, ഈ രണ്ട് ഒബ്ജക്റ്റിനെയും ബാലൻസ് ചെയ്യാൻ I should put this in the center so that it balances both the weights. That means according to the principle we know W1 and ഈ ഡിസ്റ്റൻസിന് നമുക്ക് R1 എന്നും ഈ ഡിസ്റ്റൻസിന് നമ്മൾ R2 എന്നും എടുത്തു കഴിഞ്ഞാൽ according to the principle നമ്മൾ ലോവർ ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട് W1 into R1 is equal to R2 into W2. That is W1 into R1 equal to W2 into R2. This is the level principle. നെക്സ്റ്റ് ആണ് ഈ ചാപ്റ്റർ മെയിൻ വേറൊരു കാര്യം നമുക്ക് പഠിക്കാനുള്ളത് സെൻറ്റർ ഓഫ് മാസ്. ഇറ്റ് ഈസ് ദ ഫിക്സഡ് പോയിന്റ് വെയർ ഹോൾ മാസ് ഓഫ് ദി ബോഡി ഈസ് സപ്പോസ്ഡ് ടു കോൺസെൻട്രേറ്റ്. ഫോർ ഓർഡിനറി സൈസ്ഡ് ബോഡി സെൻറ്റർ ഓഫ് മാസ് ഇസ് അറ്റ് ദ ജിയോമെട്രിക് സെൻറ്റർ ഓഫ് ദി ബോഡി. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഇവിടെ ഫൾക്രം വെച്ചു സെൻറ്ററിൽ വെച്ചപ്പോഴാണ് ബാലൻസ് ആയത്. അതിന് തന്നെയാണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഈ സിനിമകളിലായാലും നിങ്ങളായാലും ഈ ബോളൊക്കെ ഇങ്ങനെ കറക്കുന്ന കണ്ടിട്ടുണ്ട് അല്ലേ? കൃത്യം നമ്മുടെ ഒരു വിരൽ തുമ്പിൽ ഈ ബോളുകളും ബുക്കുകളും ഒക്കെ കറക്കുന്ന കണ്ടുണ്ട്. അതെങ്ങനെയാണ്? കൃത്യം ആ ഒരു ബുക്കിൻ്റെ സെൻറ്റർ ഓഫ് മാസ്, ദാറ്റ് ഇസ് ആ സെൻറ്റർ ഓഫ് ആക്സിസിൽ തന്നെ, അല്ലെങ്കിൽ ആ ബോളിൻ്റെ സെൻറ്റർ ഓഫ് ആക്സിസിൽ തന്നെ പിൻ പോയിൻ്റ് ചെയ്ത് കറക്കാൻ റൊട്ടേറ്റ് ചെയ്താൽ മാത്രം അത് ബാലൻസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കറക്കാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഇസ് ദി സെൻറ്റർ ഓഫ് മാസ്. ആ ഹോൾ ഒബ്ജക്റ്റിൻ്റെ മാസ് ആ ഒരു സെൻറ്ററിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ഇറ്റ് ഈസ് എ ഫിക്സഡ് പോയിന്റ് വെയർ ഹോൾ മാസ് ഓഫ് ദി ബോഡി is supposed to concentrate. For ordinary sized bodies, center of mass is at geometric center of the body. Next is center of mass of two particle system. അപ്പം നമ്മൾ ഈ ടു പാർട്ടിക്കിൾ സിസ്റ്റത്തിനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. സപ്പോസ് ദിസ്. അപ്പം ഞാൻ ഗ്രാഫിക്കലി XYZ എന്ന് 3 ഡയമെൻഷനിൽ റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു പാർട്ടിക്കിളുടെ വെക്ടർ ഞാൻ ഇവിടെ വരച്ചു, ഒരു പാർട്ടിക്കിൾ വെക്ടർ ഞാൻ ഇവിടെ വരച്ചു. ഓക്കെ, ആ വെക്ടർ R2 R1 എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് വെക്ടർ ദാറ്റ് ഇസ് R1 R2യുടെ നമ്മൾ മുൻ പാർട്ടുകളിലൊക്കെ മോഷൻ പ്ലെയിനിലൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് രണ്ട് വെക്ടേഴ്സിൻ്റെ റിസൾട്ടൻ്റ് വെക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ സെൻറ്ററിലൂടെ പോകുന്ന ആരോ ആയിരിക്കും അല്ലേ? നമ്മൾ പാരലോഗ്രാമിലൊക്കെ പഠിച്ച മെത്തേഡ് അതേപോലെ തന്നെ ആരായിരിക്കും. ആൻഡ് ദാറ്റ് പോയിന്റ് ദാറ്റ് ഇസ് M1, ഈ പോയിൻറ്റും M2 പോയിൻറ്റും ഈ പാർട്ടിക്കിൾ M1 പാർട്ടിക്കിളും M2 പാർട്ടിക്കിൾ ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ എവിടെയാണോ ഈ ആറ് മുട്ടുന്നത് ദാറ്റ് വിൽ ബി ദി സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ M1 M2 ഉള്ള രണ്ട് പാർട്ടിക്കിൾ ഒരു വെക്ടറായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടൻറ്റ് വെക്ടർ വിൽ ബി ഇറ്റ്സ് ദി സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ നമുക്ക് ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, ദാറ്റ് ഇസ് M1 plus M2 into R is equal to M1 R1 plus M2 R2. അതിൽ നിന്ന് റിസൾട്ടൻറ്റ് വെക്ടർ R വെക്ടർ എങ്ങനെ കിട്ടാമെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ അങ്ങനെ തന്നെ എടുത്തു. സോ ഈ ഒരു പാർട്ടിൻ്റെ ഞാൻ പറയാനുള്ള കാരണം അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ വരാനുള്ള കാരണം ഒന്നും പറയാത്തത് എന്താണെന്ന് വെച്ചാൽ
ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, നമുക്കത് സിലബസിലില്ല, പഠിക്കണ്ട. നമുക്ക് പ്രോബ്ലം വളരെ റെയർ ആയിട്ടാണ് ഈ ഒരു ഭാഗത്തിൽ നിന്ന് വരുന്നത്. എന്നിരുന്നാലും ഇക്വേഷൻസ് അറിഞ്ഞു വയ്ക്കുക, റിസൾട്ടൻറ്റ് വെക്ടറിൻ്റെ. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ അങ്ങനെ തന്നെയാണ് പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ ഇഫ് ഇറ്റ്സ് എ ഇക്വേഷൻ ഓഫ് എ പൊസിഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ആർ, വൈ, എക്സ് ഒക്കെ വെച്ച് നമുക്ക് ഈ ഒരു റിസൾട്ടൻറ്റ് വെക്ടറിനെ എക്സ്പ്രസ് ചെയ്യാം. ജസ്റ്റ് ലൈക്ക് ആർ ഈക്വൽ ടു m1r1 പ്ലസ് m2 r2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2, x equal to m1 x1 plus m2 x2 divided by m1 plus m2, y equal to m1 y1 plus m2 y2 divided by m1 plus m2. അടുത്തത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമ്മുടെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറഞ്ഞു, ഒരു ഒബ്ജക്റ്റിൻ്റെ ഹോൾ മാസ് ഒരു സെൻറ്ററിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഒബ്ജക്റ്റിൻ്റെ ഹോൾ മാസ് ഒരു സെൻറ്ററിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആ സെൻറ്ററിലായിരിക്കും. ഇപ്പോൾ സപ്പോസ് ഇതൊരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കും. ഒബ്ജക്റ്റിൻ്റെ ഹോൾ മാസ് ഇവിടെയായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക, ഈ പോയിന്റിൽ. അപ്പോൾ ആ പോയിന്റിലായിരിക്കും എന്തുണ്ടാവുക, നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വെച്ചാൽ അവിടെയായിരിക്കും ഈ ഹോൾ ഒബ്ജക്റ്റിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവുക. ദാറ്റ് ഈസ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഈസ് എ പോയിന്റ് വെയർ ഹോൾ വെയ്റ്റ് ഓഫ് ദി ബോഡി ഈസ് സപ്പോസ് ടു കോൺസെൻട്രേറ്റ്. ഹോൾ ഒബ്ജക്റ്റിൻ്റെ വെയ്റ്റ് അവിടെയായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക. നൗ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്താണെന്ന് നോക്കാം. ലീനിയർ മൊമെൻറ്റം എന്താണെന്നും മൊമെൻറ്റം എന്താണെന്നൊക്കെ നമ്മൾ ലോസ് ഓഫ് മോഷൻ അങ്ങനെ പറയുന്ന മറ്റ് പാർട്സിലെല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ കൺസർവേഷൻ, ഞാൻ മുൻ പാർട്ടുകളിൽ പഠിച്ചിട്ടുണ്ട്, കൺസർവേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം കോൺസ്റ്റൻ്റ് ആണ്, ചേഞ്ച് ഇല്ല എന്നതിൻ്റെ അർത്ഥമാണ് ഈ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ലീനിയർ മൊമെൻറ്റം സെൻറ്റർ ഓഫ് മാസിൻ്റെത്, ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ആണിത്. ഈ ഒരു ലീനിയർ മൊമെൻറ്റ്, ദാറ്റ് ഇസ് സെൻറ്റർ ഓഫ് മാസിൻ്റെ ലീനിയർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും, ചേഞ്ച് ചെയ്യില്ല. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്യില്ല. ദാറ്റ് ഇസ് ഇഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ സിസ്റ്റം ഇസ് 0, ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഓഫ് എ സിസ്റ്റം ഓഫ് എ പാർട്ടിക്കിൾ ഇസ് കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഇസ് ഇഫ് എക്സ്റ്റേണൽ ഫോഴ്സ്, ഒരു സിസ്റ്റത്തിൽ എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ദ ലീനിയർ മൊമെൻറ്റം of that particle is a constant. ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ലോസ് ഓഫ് മോഷൻ്റെ പോർഷൻ്റെ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. ഇത് ആക്ച്വലി ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ആണ് ഇൻ ദ ലീനിയർ മൊമെൻറ്റം ഓഫ് സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ വേണമെന്നുള്ളവരാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, അത് ആ ഒരു വീഡിയോയിലോട്ട് നോക്കി എക്സ്പീരിയൻസ് ചെയ്യാം. സോ ദാറ്റ് ഇസ് എഫ് എക്സ്റ്റേണൽ ഈക്വൽ ടു delta p by delta t, f equal to 0, that is delta p by delta t equal to 0. എന്നുവെച്ചാൽ നമ്മുടെ ഈ പറഞ്ഞ കാര്യം എന്താണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്, എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ദി മൊമെൻറ്റം ബൈ ടൈം എന്ന്. ആ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ, ദാറ്റ് മീൻസ് ഇത് 0 ആണെങ്കിൽ ഈ ടേമും എന്താവും, 0 ആവില്ലേ. അതിൻ്റെ അർത്ഥം സമയം ഒരിക്കലും 0 ആവില്ല അല്ലേ. ടൈം ഇസ് ഓൾവേസ് 1 hour 2 hour. അത് എപ്പോഴെങ്കിലും സമയം 0 എന്ന് ഒരിക്കലും ഉണ്ടാവും, ഒരിക്കലുമില്ല. അപ്പോൾ ഈ ഒരു ടേമിൽ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി 0 ആവണമെങ്കിൽ എന്ത് 0 ആവണം, പി 0 ആവണം. ദാറ്റ് മീൻസ് ചേഞ്ച്. പി 0 ആവണമെന്ന് വെച്ചാൽ മൊമെൻറ്റം ഇല്ല എന്നല്ല കേട്ടോ, ചേഞ്ച് ഇൻ ദി മൊമെൻറ്റം. ദാറ്റ് ഇസ് ഡെൽറ്റ പി 0 ആയിരിക്കും. ഡെൽറ്റ പി 0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ മൊമെൻറ്റം ഫൈനൽ മൊമെൻറ്റം തമ്മിൽ മാറ്റം ഉണ്ടാവില്ല. ദാറ്റ് ഇസ് ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് പി ഇസ് എ കോൺസ്റ്റൻറ്റ്. ഇനി നമുക്ക് കുറച്ച് അപ്ലിക്കേഷൻസ് പഠിക്കാനുണ്ട്. ആപ്ലിക്കേഷൻ ഓഫ് കൺസർവേഷൻ. ആപ്ലിക്കേഷൻ ഓഫ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ 2 ആപ്ലിക്കേഷനാണ് മെയിൻലി നമുക്ക് പഠിക്കാനുള്ളത്. എക്സ്പ്ലോഷൻ ഓഫ് ഷെൽ ഇൻ എ ഫ്ലൈറ്റ്, മോഷൻ ഓഫ് എർത്ത്, മൂൺ ആൻഡ് സിസ്റ്റം. അപ്പോൾ ഇവിടെ ഇനീഷ്യലി ഒരു ഷെല്ല് ഒരു പാരബോളിക് പാത്ത് മൂവിയാണ്. പാരബോളിക് പാത്ത് എന്ന് പറഞ്ഞാൽ ഇത് ഓക്കെ, ഒരു പാരബോളിക് പാത്ത് മൂവിയാണ് ഒരു ഒബ്ജക്റ്റ്. ഇവിടെ എത്തിയപ്പോൾ അത് പൊട്ടിത്തെറിച്ചു, എന്നിട്ട് സ്മോൾ പാർട്ടിക്കിൾസായി. ഇവിടെ എത്തിയപ്പോൾ പൊട്ടിത്തെറിച്ച് വലിയ പാർട്ടിക്കിൾ എന്തായി, സ്മോൾ പാർട്ടിക്കിൾസായി. ദാറ്റ് മീൻസ് പാരബോള ഓഫ് ഫ്രാഗ്മെൻറ്റ്സ്. ഈ പാർട്ടിക്കിൾസും പൊട്ടിത്തെറിച്ചപ്പോൾ അതേ പാരബോളിക് ഷേപ്പിൽ തന്നെയാണ് മൂവ് ചെയ്തത്, അല്ലാതെ സ്ട്രെയിറ്റ് ലൈനോ കേർവ്ഡ് ലൈനോ അല്ല, പാരബോളിക് ഷേപ്പ് തന്നെയാണ് ഇവരും പോയിക്കൊണ്ടിരുന്നത്. ആൻഡ് ഈച്ച് ഫ്രാഗ്മെൻറ്റ്സ് വിൽ ഫോളോ ഇറ്റ്സ് ഓൺ പാരബോളിക് പാത്ത്, but the center of mass of all fragments will continue to be along the same parabolic path of shell as before because there was no external force. ഇത് പൊട്ടിത്തെറിച്ചാലും ഇവരുടെ സെൻറ്റർ ഓഫ് മാസ് ഒരിക്കലും മാറില്ല. അവർ വീണ്ടും എന്ത് ചെയ്യും, ആ പഴയ
പാരബോളിക് പാത്ത് തന്നെ സ്ഥിതി ചെയ്യും. ഈ സെൻറ്റർ ഓഫ് മാസ് ഒരിക്കലും മാറില്ല, അത് അവരുടെ പഴയ പോലെ തന്നെ ഇരിക്കും. മനസ്സിലായോ? അപ്പോൾ ഒരു ബോള് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് പാരബോളിക് പാത്തിലൂടെ എറിഞ്ഞു, ഇടയ്ക്ക് വെച്ച് പൊട്ടിയാലും ദ പാരബോളിക് ഫ്രാഗ്മെൻറ്റ്സ്, ദാറ്റ് മീൻസ് ഈ ഫ്രാഗ്മെൻറ്റ്സും പാരൻറ്റിൻ്റെ അതേ പാരബോളിക് ഷേപ്പ് തന്നെയായിരിക്കും അറ്റൈൻ ചെയ്യാൻ. ഇറ്റ് വിൽ കണ്ടിന്യൂ ടു ബി ഇൻ എ പാരബോള ആൻഡ് ദ സെൻറ്റർ ഓഫ് മാസ് വിൽ നോട്ട് ചേഞ്ച്. സെൻറ്റർ ഓഫ് മാസ് ഓഫ് ഓൾ ദി ഫ്രാഗ്മെൻറ്റ്സ് ചേഞ്ച് ചെയ്യില്ല ആൻഡ് ഇറ്റ് വിൽ കണ്ടിന്യൂ ടു ബി അലോങ് ദി സെയിം പാത്ത് ഓഫ് ദി ഷെൽ ആസ് ബിഫോർ ബിക്കോസ് ദർ വാസ് നോ എക്സ്റ്റേർണൽ ഫോഴ്സ്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി പിന്നെ ഉള്ളത് മോഷൻ ഓഫ് എർത്ത് മൂൺ സിസ്റ്റമാണ്. എർത്ത് ഗോസ് അറൗണ്ട് ദി സൺ അല്ലേ? ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ എർത്ത് ഗോസ് അറൗണ്ട് ദി സൺ. ഇത് സൺ, ഇത് എർത്ത്. ആൻഡ് മൂൺ ഗോസ് അറൗണ്ട് ദി എർത്ത് ഇൻ ദി സർക്കുലർ ഓർബിറ്റ്. നമ്മുടെ മൂൺ, നമ്മുടെ സൺ അല്ലേ? ബട്ട് ദി സെൻറ്റർ ഓഫ് മാസ് ഓഫ് എർത്ത് മൂൺ സിസ്റ്റം ഡിസ്ക്രൈബ്സ് ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് അറൗണ്ട് ദി സൺ. പക്ഷേ എർത്തിൻ്റെയും, ദാറ്റ് മീൻസ് ഇത് എർത്ത്, ഇത് മൂൺ ആൻഡ് ദിസ് ഇസ് സൺ, എർത്തിൻ്റെയും മൂണിൻ്റെയും സെൻറ്റർ ഓഫ് മാസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ എലിപ്റ്റിക്കൽ മോഷൻ വെച്ചിട്ടാണ്. അതാണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. സെൻറ്റർ ഓഫ് മാസ് ഹോൾ ബോഡിയുടെ മാസ് സെൻറ്ററിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഇവിടെ എർത്ത് സണ്ണിൻ്റെ ചുറ്റും കറങ്ങുന്നതും എർത്തിനെ മൂൺ വട്ടം കറങ്ങുന്നതും വെച്ച് നോക്കുമ്പോൾ എലിപ്റ്റിക്കൽ ഷേപ്പിൻ്റെ സെൻറ്റർ ഓഫ് മാസ് തന്നെയായിരിക്കും എർത്തും മൂണിൻ്റെയും സെൻറ്റർ ഓഫ് മാസ്. അതാണ് അവിടെ അപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ലീനിയർ മൊമെൻറ്റം കൺസേർവ്ഡിൻ്റെ ആപ്ലിക്കേഷനായിട്ട് വരുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ കണ്ടു എന്തൊക്കെയാണ് സെൻറ്റർ ഓഫ് മാസ്, എങ്ങനെ നമ്മൾ നോക്കുക, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ, അതിലെ റോക്കറ്റ് റിപ്പൽഷൻ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗങ്ങളാണ്. ഒരു ഈ ബോംബൊക്കെ ഇടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ എയറിൽ നിന്ന് വിടുമ്പോൾ അത് എത്ര പാർട്സായി മുറിയുമെന്നും അത് ഏത് പാത്ത് ട്രാവൽ ചെയ്യുമെന്നുള്ളതൊക്കെ ഈ ഒരു തിയറിയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ടോ ഇതിൽ നിന്ന് എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പോൾ ഈ ഒരു സീരീസിനൊപ്പം തന്നെ ആ ഒരു പോർഷൻസും കൂടി ഇടേണ്ടതായിരിക്കും.